പാലക്കാട് അട്ടപ്പാടിയിലേക്ക് അനധികൃതമായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ. അരപ്പാറ നാസറാണ് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ചയാണ് ആനമണി ചെക്ക് പോസ്റ്റ് സമീപം ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. ശ്രീകുമാരൻ പാലക്കാടിൽ ചെയ്തു. ശ്രീജിത്ത്, കോറിയിലേക്ക് അടക്കം എത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് അന്ന് പിടികൂടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നോ? എന്തിനെത്തിച്ചു തന്നെയാണ്, കോറിയിലേക്ക് എത്തിച്ചു തന്നെയാണോ കാര്യങ്ങൾ? തീർച്ചയായും അത് പുതൂരിലെ ഒരു കോറിയിലേക്ക് എത്തിച്ചതാണ് എന്നൊരു പ്രാഥമികമായ വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു അന്വേഷണത്തിലാണ് ഈ നാസർ എന്ന ആ വ്യക്തി പിടിയിലായിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഒരു അന്വേഷണ സംഘം ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ഈ നാസറിനെ ചോദ്യം ചെയ്യും. എന്തായാലും ഈ മേഖലയിൽ അനധികൃത പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് സുഹൈൽ. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പാലക്കാടിന് സമാനമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയും ചിലയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് പൊട്ടിത്തെറിക്കുമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ കേസുമായൊക്കെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതിനെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റിന് സമീപം ഓട്ടോറിക്ഷയിൽ കടത്തുകയും സ്ഫോടക വസ്തുക്കളുമായി ഒരാൾ പിടിയിലായത്. ഇയാൾ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇതിന്റെ മുഖ്യകണ്ണി ആരാണെന്ന് മനസ്സിലായ. അയാളെയും കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമീപം ഒരു ക്വാറി മേഖലയാണ്. അവിടെ നിയന്ത്രിതമായ അളവിൽ അപ്പുറത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ച് ക്വാറിയിലേക്ക് വേണ്ടി എത്തിച്ചത് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.